ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് പോയി. ലോകവ്യാപകമായ ആലോചനകളായി നിന്ന് മാറി. പ്രൈസ് ഗോഡ്. കഴിഞ്ഞ വർഷം ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി പറഞ്ഞു, ദിവസങ്ങൾ ഇലക്ട്രിസിറ്റി ഇല്ലാതെ, വീടുകളിൽ കറണ്ടില്ലാതെ ജനം ഇരുട്ടിലാകും. അന്ന് എനിക്ക് മനസ്സിലായില്ല, ഇവിടെ ഇരിക്കുന്ന പലർക്കും മനസ്സിലായില്ല ഇതെവിടെയാണ്, എങ്ങനെയാണ്. കേരളത്തിലായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ് തെറ്റിയില്ല. ചരിത്രത്തിലാദ്യമായി 1.5 മാസത്തിലധികം അമേരിക്കയിൽ ലോകത്തിൻ്റെ ഏറ്റവും സമ്പൽ സമൃദ്ധിയിലും മറ്റനേക നിലവാരത്തിലും ടെക്നോളജിയിലും ഉയർന്ന രാജ്യമെന്ന് പറയുന്ന ന്യൂയോർക്കിൻ്റെ ആസ്ഥാനങ്ങളിൽ 1.5 മാസം വീടുകളിൽ കറണ്ട് ഉണ്ടായില്ല. ദൈവം നമ്മോട് അറിയിക്കുന്ന വിഷയങ്ങൾക്ക് നിവൃത്തീകരണം ദൈവത്തിൻ്റെ സമയത്ത് നടക്കുന്നു. ഇന്ന് രാത്രിയിലും ഇന്ന് വായിച്ച സങ്കീർത്തനം ഞാൻ കർത്താവ് ഇന്ന് രാവിലെ മുതൽ ഉപവാസത്തോടെ ഇന്ന് പ്രാർത്ഥിച്ച ദൈവസന്നിധിയിൽ ചോദിച്ചപ്പോൾ കർത്താവ് തന്ന സങ്കീർത്തനമാണ് 78. ഈ 78-ാം സങ്കീർത്തനം ഹല്ലേലൂയ നിങ്ങളോട് പങ്കിടുവാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഈ സങ്കീർത്തനത്തിൻ്റെ കീ വേഴ്സ് പറഞ്ഞ് ഞാൻ ഇതിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ വായിച്ച സങ്കീർത്തനം 78, 78-ാം സങ്കീർത്തനത്തിൻ്റെ 20-ാം വാക്യം. അവൻ പാറയെ അടിച്ചു, വെള്ളം പുറപ്പെട്ടു, തോടുകളും കവിഞ്ഞൊഴുകി സത്യം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവൻ പാറയെ അടിച്ചു, വെള്ളം പുറപ്പെട്ടു, തോടുകളും കവിഞ്ഞൊഴുകി സത്യം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എവിടെന്നാ? പാറയിൽ നിന്ന്. വേദപുസ്തകം വായിക്കുമ്പോൾ ഇത് കുറച്ചൊന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. വേദപുസ്തകം വായിക്കുമ്പോൾ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ പാറ പൊട്ടിച്ച് കുഴിച്ച് വെള്ളം വന്നതല്ല. ഒരു പാറയെ അടിച്ചു, പാറ പിളർന്നു. 40 ലക്ഷം ആളുകൾക്ക് 40 വർഷത്തോളം ഒരു ദിവസം പോലും വെള്ളത്തിന് ഷോർട്ടേജ് ഇല്ലാതെ, ക്ഷാമമില്ലാതെ സ്വർഗത്തിൽ ദൈവം നടത്തിയെന്ന്. പ്രൈസ് ഗോഡ്. 21-ാം നൂറ്റാണ്ടിലെ ടെക്നോളജിയും എഞ്ചിനീയറിങ്ങും ഇത്രയധികം വർദ്ധിച്ചിട്ടും പ്രൈസ് ഗോഡ്, ഇത്ര വേണ്ട, എനിക്കോട് കാറ്റിന് വരണ്ട, ഇത്രയധികമായി വർദ്ധിച്ചിട്ടും പ്രൈസ് ഗോഡ് ഇന്ന് വൈകിട്ട് ഇവിടെ വന്ന പലർക്കും അറിയാം, നിങ്ങൾക്ക് കൈ കഴുകാൻ അവിടെ വെള്ളം ഉണ്ടായില്ല. ടാങ്കിൽ വെള്ളം തീർന്നു പോയി. അപ്പം മുഴുവനായിട്ട് കുറച്ച് തിരിച്ച് ചൂട് ഇതിനകത്ത് വരാത്തത് വെച്ചാൽ പ്രൈസ് ഗോഡ്. അപ്പം ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിട്ടും നമുക്ക് ഇന്ന് വൈകിട്ട് വെള്ളം ഉണ്ടായില്ല കൈ കഴുകാൻ. ബക്കറ്റിൽ കോരിയാ പലരും കൈ കഴുകി അല്ലേ? എത്ര പേര് ബക്കറ്റിൽ വെള്ളം കോരി കൈ കഴുകി നോക്ക്. എന്നാൽ ഒരു ദിവസമല്ല, ഒരാഴ്ചയല്ല, ഒരു മാസമല്ല, ഒരു വർഷമല്ല, നീണ്ട 40 വർഷം മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്ത ജനത്തിന് തീക്കൽ പാറയിൽ നിന്ന് തോടുകളും കവിഞ്ഞൊഴുകി സത്യം. ബാക്കി ഒന്നുകൂടെ വായിച്ച്. അവൻ പാറയെ അടിച്ചു, വെള്ളം പുറപ്പെട്ടു, തോടുകളും കവിഞ്ഞൊഴുകി സത്യം. തോടുകളും കവിഞ്ഞൊഴുകി. മരുഭൂമിയിൽ തോടുകൾ കവിഞ്ഞൊഴുകി. ഇന്ന് രാത്രി പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2013 നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാധ്യതയുമില്ലാത്ത സ്ഥാനങ്ങളിൽ പോലും ഒരു കവിഞ്ഞൊഴുക്ക് പ്രതീക്ഷിക്കാം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഒരു കവിഞ്ഞൊഴുക്ക് ഞങ്ങൾ കാണുകയാണ്. ഉടവല കതുരക ജനവ രഗത രഗതർ സന്ദർ ഖൗദർ ഖൗദൽ ജനവ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം നിങ്ങളുടെ വീടിന് ചുറ്റും ഒരു കവിഞ്ഞൊഴുക്ക്. മരുഭൂമിയിൽ തോടുകൾ കവിഞ്ഞൊഴുകി സത്യം, സത്യം, സത്യം. നിന്റെ വീട്ടിന് ചുറ്റും, നിന്റെ വീട്ടിന് ചുറ്റും തോടുകൾ കവിഞ്ഞൊഴുകത്തക്കവണ്ണം ഒരനുഗ്രഹമുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് പ്രാരംഭമായി അറിയിക്കുകയാണ്. ഏറ്റെടുത്ത് ആരാധിക്കാം. ഒഴുക്കുകൾ, 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 കവിഞ്ഞൊഴുക്കുകൾ യേശുവിന്റെ നാമത്തിൽ. ഫെയ്ത്ത് സിറ്റി സഭയുടെ
ഓരോ വിശ്വാസിയുടെയും ഭവനങ്ങൾക്ക് ചുറ്റും, അവരുടെ എല്ലാ അനുഭവങ്ങൾക്ക് ചുറ്റും ആത്മീയമായ കവിഞ്ഞൊഴുക്കുകൾ, ഭൗതികമായ കവിഞ്ഞൊഴുക്കുകൾ സ്വർഗത്തിലെ ദൈവം വാഗ്ദത്തം ചെയ്തു തിരിക്കുന്നതുകൊണ്ട് അത് വിശ്വാസ കണ്ണുകൊണ്ട് കണ്ട് ദൈവത്തെ ആരാധിക്കാം. ഒരു കൈപ്പത്തി മേഘം കണ്ടപ്പോൾ ഏലിയാവ് പറഞ്ഞു, മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് വിശ്വാസത്തോടെ 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 ശക്തിയോടെ കരമടിച്ച് ആരാധിക്കാം യേശുവിന്റെ നാമത്തിൽ. ആമേൻ. രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, വിശ്വസിക്കുന്നവർക്ക് ഒരു കവിഞ്ഞൊഴുക്കമുണ്ട്, ഏറ്റെടുക്കുന്നവർക്ക് ഒരു കവിഞ്ഞൊഴുക്കമുണ്ട്. ഇന്നത്തെ സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം മുതൽ ഞാനിത് 72 വാക്യങ്ങളുള്ളൊരു സങ്കീർത്തനമാണ്. 6 ഡസൻ വാക്യങ്ങൾ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വായിച്ച് തീർത്തപ്പോൾ തന്നെ ഒരുപാട് നേരം എടുത്തു. ഈ 6 ഡസൻ വാക്യങ്ങളിൽ കൂടെ ഞാൻ നോക്കിയപ്പോൾ 17 വാഗ്ദത്തങ്ങൾ അനുഗ്രഹത്തിൻ്റെ, 20 സന്ദർശനങ്ങൾ, ഹല്ലേലൂയ, 10 പ്രഖ്യാപനങ്ങൾ. 17 27 20 47 കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഉള്ള സമയം കൊണ്ട് ഇത് വേഗം പറഞ്ഞു തീർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. 1-ാം വാക്യം, എൻ്റെ ജനമേ എൻ്റെ ഉപദേശം ശ്രദ്ധിപ്പിൻ, എൻ്റെ വായ്മൊഴികൾക്ക് നിങ്ങളുടെ ചെവി ചായ്പിൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാരംഭമായി ഈ സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ കൂടെ അറിയിക്കുന്നൊരു കാര്യം, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, അനുഗ്രഹം വേണമെന്നുള്ളവൻ ഉപദേശം ശ്രദ്ധിക്കണം. ഉപദേശം ശ്രദ്ധിക്കണം. ഇന്ന് സഭകൾ തോന്നിയതുപോലെ ദൈവവചനമായൊരു ബന്ധവുമില്ലാതെ, ദൈവവചനത്തിലെ പിതാക്കന്മാർ തന്ന ഉപദേശവുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ, ഹല്ലേലൂയ, തങ്ങൾക്ക് ബോധിച്ചവണ്ണം പോകുമ്പോൾ ഫെയ്ത്ത് സിറ്റി സഭ തിരുവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്കൊത്ത് പോകുമെന്ന് തീരുമാനിക്കുന്നവർ കരമുയർത്തി സ്തോത്രം ചെയ്യാം. അതാണ് നമ്മുടെ ധൈര്യം, അതാണ് നമ്മുടെ ഉറപ്പ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം കൃപയും സത്യവും നിറഞ്ഞവനായി ജഡമെടുത്ത് നമ്മുടെ ഇടയിൽ പാർത്തു. ആമേൻ, ഹല്ലേലൂയ. അവൻ യേശുവിനോളം പ്രാധാന്യമുള്ള യേശുവിൻ്റെ വചനം ഞാൻ അനുസരിക്കും, ഞാൻ ശ്രദ്ധിക്കും, ഞാനത് ഗ്രഹിക്കും, ഞാനത് പിൻപറ്റുമെന്ന് ആദ്യം ഒരു തീരുമാനം എടുക്കുന്നവർ കരമുയർത്തി സ്തോത്രം ചെയ്യാം. ഒന്നുകൂടെ വാക്യം വായിച്ചാട്ടെ. എൻ്റെ ജനമേ എൻ്റെ ജനമേ എൻ്റെ ഉപദേശം ശ്രദ്ധിപ്പീൻ, എൻ്റെ ഉപദേശം ശ്രദ്ധിപ്പീൻ. ഇവിടെ വന്നിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, വലിയവരോട് ഞാൻ പറയട്ടെ, മാതാക്കളോട് പിതാക്കന്മാരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അവൻ്റെ ഉപദേശം ശ്രദ്ധിക്കുന്നതിലാണെന്ന് മനസ്സിലാക്കി ഒരു സ്തോത്രം പറയാമോ? നമുക്ക് എന്തെങ്കിലും വിശേഷതയുണ്ടെങ്കിൽ ചോദിച്ചാൽ ഈ അഗ്നിമയമായ ഒരു പ്രമാണമുള്ളതാണ് നമ്മുടെ വിശേഷത. ഹല്ലേലൂയ. നമുക്ക് മറ്റൊന്നും പ്രശംസിക്കാനില്ല. ദൈവവചനത്തെ അനുസരിക്കുന്ന ഒരു കൂട്ടമായി നിൽക്കുന്നതാണ് നമ്മുടെ പ്രശംസ. അടുത്തത്, എൻ്റെ വായ്മൊഴികൾക്ക് നിങ്ങളുടെ ചെവി ചായ്പിൻ. എൻ്റെ വായ്മൊഴികൾക്ക് നിങ്ങളുടെ ചെവി ചായ്പീൻ. പുൾപ്പിറ്റിൽ നിന്ന് കേൾക്കുന്ന വചനം ശ്രദ്ധിച്ചോണം. അത് പറയുമ്പോൾ അങ്ങോട്ട് സംസാരിച്ച് ഇങ്ങോട്ട് സംസാരിച്ച് പാഴാക്കി കളയരുത്. നിങ്ങളുടെ ശ്രദ്ധ പോകരുത്. എൻ്റെ വായ്മൊഴികൾക്ക് ചെവി ചായ്പീൻ, വചനം ശ്രദ്ധിപ്പീൻ. ഒരു ഒറ്റ വാക്ക് പോലും വിട്ടുകളയാനില്ല. നമുക്ക് ദൈവത്തിൻ്റെ ആലോചനകൾ നമുക്ക് ഒരു വാക്ക് പോലും വിട്ടുകളയാനില്ല. ഒന്നാമത്തെ ദൈവവചനത്തിൽ നിന്ന് ഉള്ള ഒരു പ്രഖ്യാപനം, പ്രൈസ് ഗോഡ്, ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന, ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന, ദൈവത്തിൻ്റെ വചനം ഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തോടാണ് ഈ കവിഞ്ഞൊഴുക്കിൻ്റെ വാഗ്ദത്തം ദൈവത്തിന് തരാനുള്ളത്. പ്രത്യേകം മനസ്സിലാക്കാം, ദൈവവചനത്തോടെ മറുതലിക്കുന്നവർക്ക് ഈ കവിഞ്ഞൊഴുക്ക് ബാധകമല്ല. യു ഹാവ് നത്തിങ് ടു ഡു വിത്ത് ദിസ് ബ്ലെസ്സിങ്സ്. പ്രത്യേകം പറയാം, ദൈവവചനത്തോട് മറുതലിക്കുന്ന വ്യക്തികൾക്ക് ഈ ഒരു അനുഗ്രഹവുമായിട്ട് ഒരു ബന്ധവുമില്ല. കാരണം അത് ശ്രദ്ധിക്കാൻ, അത് ഗ്രഹിക്കാൻ നാം ബാധ്യസ്ഥരാണ്. ഒന്നാമത്തെ വാക്യം. രണ്ടാമത്തെ വാക്യം, ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായ് തുറക്കും, പുരാതന കടങ്കഥകളെ ഞാൻ പറയും. പ്രൈസ് ഗോഡ്. ഉപമ പ്രസ്താവിക്കാൻ വായ തുറക്കും, പുരാതന കടങ്കഥകളെ ഞാൻ പറയും. ശിഷ്യന്മാരോട്
പ്രൈസ് ശിഷ്യന്മാർ കർത്താവിനോട് ചെന്നു, കർത്താവേ ഈ ഉപമ ഞങ്ങൾക്ക് തെളിയിച്ച് തരണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവരോട് കർത്താവ് പറഞ്ഞതെന്നറിയാമോ? ദൈവത്തിൻ്റെ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 10-16 വരെ. പിന്നെ ശിഷ്യന്മാർ അടുക്ക വന്നു, അവരോട് ഉപമകളായി സംസാരിക്കുന്നത് എന്തെന്ന് അവരോട് ചോദിച്ചു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല. സ്വർഗരാജ്യത്തിലെ മർമ്മങ്ങളെ അറിയുവാൻ വരം ലഭിച്ചവരാണ് നമ്മളെന്ന് എത്ര പേർക്കറിയാം? നമുക്കേ പലതും മനസ്സിലാകത്തുള്ളൂ. വരം കിട്ടിയവനെ മനസ്സിലാകത്തുള്ളൂ. എല്ലാവർക്കും ഒരു പിടിയും കിട്ടത്തില്ല. വേദപുസ്തകം പരിശോധിച്ചാൽ പലതും കർത്താവ് പറഞ്ഞത് പിടി കിട്ടാത്തൊരു കൂട്ടത്തെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ പിടി കിട്ടിയ ഒരു ചെറിയ മൈനോറിറ്റി ഉണ്ടായിരുന്നു. ആ ചെറിയ കൂട്ടത്തോടെ ദൈവത്തിന് പ്രസാദിച്ചു. ഈ പട്ടണത്തിൽ, ഈ രാജ്യത്തിൽ, നമ്മുടെ ഭാരതത്തിൽ ദൈവത്തിന് സ്തോത്രം 100 കോടി ജനങ്ങളുണ്ട് കൂട്ടത്തിൽ. അതിൽ നിന്ന് എന്നെ ദൈവം തിരഞ്ഞെടുത്തു. അവൻ്റെ വചനം ഗ്രഹിക്കാൻ, അവൻ്റെ ആലോചനകൾ ഗ്രഹിക്കാൻ, അവൻ്റെ പദ്ധതികൾ ഗ്രഹിക്കാൻ, അനാദികാലം മുതൽ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥത ഗ്രഹിക്കത്തക്കവണ്ണം ദൈവം എന്നെ തിരഞ്ഞെടുത്ത് എന്നെ അവൻ്റെ വചനത്താൽ പോഷിപ്പിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നവർക്കൊരു സ്തോത്രം ചെയ്യാം. അല്ലേ? ശരിയല്ലേ? നിങ്ങൾ ദൈവവചനം വായിക്കുമ്പോൾ ദൈവം നിങ്ങളോട് സംസാരിച്ച് കൃത്യമായി നടത്തിയിട്ടില്ലേ? ഞാൻ ചോദിക്കട്ടെ, പ്രസംഗം വേണ്ട, നിങ്ങൾ ദൈവവചനം എടുത്ത് വായിക്കുമ്പോൾ ദൈവം എന്നോട് കഴിഞ്ഞ കാലങ്ങളിൽ വ്യക്തിപരമായി സംസാരിച്ചിട്ടുണ്ടെന്ന് അനുഭവമുള്ള കരമുയർത്തി സ്തോത്രം പറ. ഇതുപോലൊരു ജാതി എവിടെ ഉണ്ട്? വേറെ ആരുണ്ട്? പ്രൈസ് ഗോഡ്. ഇനി ഹല്ലേലൂയ. 3-ാമത്തെ വാക്യം, നാം അവയെ കേട്ടറിഞ്ഞിരിക്കുന്നു, നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിരിക്കുന്നു. തലമുറ പറയണം, നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിരിക്കുന്നു. 2013 തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്ന, ഉയർത്തപ്പെടുന്ന പ്രത്യേകമായ അനുഗ്രഹങ്ങളെ കൊണ്ട് തലമുറകളെ അഭിഷേകം ചെയ്യുന്ന ഒരു വർഷമാണെന്ന് ഇതിനോടകം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് അറിയിച്ചിട്ടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിന്റെയും തലമുറകൾ ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ടവരാകുവാൻ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഈ സഭയുടെ തലമുറകൾക്കെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന, തലമുറകളുടെ നന്മകൾക്കെതിരായി പോരാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ശത്രുവിൻ്റെ ശക്തികളെയും ഇന്ന് രാത്രി ഞങ്ങൾ എല്ലാവരും ചേർന്ന് ശാസിച്ച് ബന്ധിക്കുകയാണ്. ഇനി തലമുറകളെ തൊടുവാൻ നിനക്ക് അവകാശമില്ല. ഇനി തലമുറകളെ തൊടുവാൻ നിനക്ക് അവകാശമില്ല. ഈ സഭയിലെ ഒരൊറ്റ വിശ്വാസികളുടെ കുഞ്ഞുങ്ങളെ പോലും തൊടുവാൻ പിശാചേ നിനക്ക് അവകാശമില്ല. പിശാചിന്റെ ദൂതന്മാർക്ക് അവകാശമില്ല. യേശുവിന്റെ വക, യേശുവിന്റെ മുദ്ര, യേശുവിന്റെ അവൻ ഉടമസ്ഥത. ഇന്ന് രാത്രി പ്രൈസ് ഗോഡ്, എത്ര പേർക്ക് ഈ ദൂത് ഏറ്റെടുക്കാൻ സാധിച്ചിട്ടുണ്ട്? ഞാൻ പറയുന്നു, ഈ ദൂത് നിനക്കുള്ള വ്യക്തിപരമായ ആശ്വാസത്തിന്റെ ദൂതാണ്. നിന്റെ തലമുറയെ ചൊല്ലി ഭാരപ്പെടേണ്ട, തലമുറയെ ചൊല്ലി ഭാരപ്പെടേണ്ട. ഇന്ന് രാത്രി തലമുറയെ ചൊല്ലി ഭാരപ്പെട്ട് കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവം ഒരുക്കമാണ്. But are you ready to receive this blessing from God by praise God, modifying your own life and thoughts? ഈ അനുഗ്രഹം നിങ്ങൾക്ക് മേടിക്കത്തക്കവണ്ണം നിങ്ങളുടെ സ്വന്തം ജീവിതവും നിങ്ങളുടെ ചിന്താജീവിതവും ആമൻ വേണ്ട വിധത്തിലൊന്ന് രൂപപ്പെടുത്തി എടുക്കാൻ നിങ്ങൾക്കൊരുക്കമാണോ? നിങ്ങൾക്കൊരുക്കമാണോ? ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, മക്കൾ പഠിക്കുന്നത് അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നുമാണ്. പണ്ട് ഞങ്ങളുടെ നാട്ടിൽ കഥ ഞാൻ ഒത്തിരി പറഞ്ഞിട്ടുള്ളതാണ്. ഒരുപാട് സ്ഥലത്ത് പറയുന്നതാണ്. തള്ള ഞണ്ട് കുഞ്ഞുങ്ങളോട് പറഞ്ഞു, മക്കളെ നേരെ നടക്ക്, നേരെ നടക്ക്, മക്കളെ നേരെ നടക്ക്. മക്കളോടും തള്ളോട് പറഞ്ഞു, അമ്മച്ചി ഒന്ന് നടന്ന് കാണിച്ചു തരാൻ പറഞ്ഞു. അമ്മച്ചി കാണിച്ചു കൊടുത്തു. ഞണ്ട് നടക്കുന്നുണ്ടോ? നേരെ പോവുകയില്ല, ഒരു വശത്തോട്ടേ പോകത്തുള്ളൂ. അപ്പനും അമ്മയും ഒരു വശത്തോട്ട് പോയിട്ട് പിള്ളേരോട് നേരെ പോകാൻ പറഞ്ഞാൽ നടക്കത്തില്ല. രാത്രി മാതാപിതാക്കളൊരു തീരുമാനമെടുക്കണം. ഞങ്ങളുടെ തലമുറയെ ചൊല്ലി ഞങ്ങൾ മാതൃകയുള്ളൊരു ജീവിതം നയിക്കും. തീരുമാനിക്കാൻ പറ്റുമോ? ഞങ്ങളുടെ മക്കളുടെ മുമ്പിൽ മാതൃകയുള്ള ഒരു വിശ്വാസ ജീവിതം, ഒരു ഭക്തന്റെ ജീവിതം ഞങ്ങൾ നയിക്കുമെന്ന് തീരുമാനിച്ചുകൊണ്ട് കരമുയർത്തി സ്തോത്രം ചെയ്യുക. നമ്മുടെ കുഞ്ഞുങ്ങൾ എൻ്റെ അപ്പം പണക്കാരനായിരുന്നു പറയണ്ട, എൻ്റെ അപ്പൻ എസ്റ്റേറ്റ് മുതലാളിയായിരുന്നു പറയണ്ട, എൻ്റെ അപ്പൻ ജഡ്ജിയായിരുന്നു, മന്ത്രിയായിരുന്നു പറയണ്ട. എന്നാൽ ഇന്ന് രാത്രി ഒരൊറ്റ ആഗ്രഹം എനിക്കുള്ളൂ, എൻ്റെ അപ്പൻ ഒരു ഭക്തനായിരുന്നെന്ന് പറയണം.
എത്ര പേരത് ആഗ്രഹിക്കുന്നു? എത്ര പേരത് ആഗ്രഹിക്കുന്നു? എത്ര പേരത് ആഗ്രഹിക്കുന്നു? രണ്ടാമത് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, എൻ്റെ മാതാവ് ഡോക്ടറായിരുന്നു എന്ന് പറയണ്ട, പ്രൊഫസറാണ്, ലെക്ചറാണ്, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, വലിയ ബിസിനസിന്റെ നേതാവാണ്, ഇതൊന്നും പറയണ്ട. ദൈവത്തിന്റെ സ്തോത്രം. നല്ല സാമർഥ്യമുള്ളവളാണെന്ന് കേൾക്കണ്ട, കഴിവുള്ളവളാണെന്ന് കേൾക്കണ്ട, സമ്പന്നയാണെന്ന് കേൾക്കണ്ട, സൗന്ദര്യമുള്ളവളാണെന്ന് കേൾക്കണ്ട. എന്നാൽ എൻ്റെയും നിന്റെയും തലമുറ പറയട്ടെ, എൻ്റെ മാതാവ് ഒരു പ്രാർത്ഥിക്കുന്ന സ്ത്രീ ആയിരുന്നു. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ ബ്ലണ്ടായിട്ടൊരു കാര്യം പറയാം. ഇവിടെ ഇരിക്കുന്നവർ നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ അനുഗ്രഹം പ്രാപിച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, ഏത് ജാതി ആയിക്കോട്ടെ, ഏത് മതമായിക്കോട്ടെ, കിട്ടിയ വെളിച്ചത്തിനനുസരിച്ച് പരമാർത്ഥ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവ് അതിൻ്റെ പുറകിലുണ്ടായിരുന്നു. ഉണ്ടെങ്കിൽ സ്തോത്രം ചെയ്ത് ആരാധിക്ക്. നിങ്ങളുടെ മാതാവ് ദൈവത്തെ വിളിച്ചതിൻ്റെ നന്മയല്ലേ? നിന്റെ മാതാവ് ദൈവത്തെ വിളിച്ചതിൻ്റെ നന്മയല്ലേ? Praise God. Hallelujah. ഞാൻ എൻ്റെ അനുഭവം പറയാം. വെള്ളിയാഴ്ച രാത്രി കിടക്കുമ്പോൾ ശപിച്ചുകൊണ്ട് കിടന്നിട്ടുണ്ട്. ശനിയാഴ്ച പ്രായിക്കൊണ്ട് കിടന്നിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ശനിയാഴ്ച രാവിലെ കുത്തിപ്പൊക്കും പള്ളി കൊണ്ടുപോകാൻ. ഹല്ലേലൂയ. ഞായറാഴ്ച കിടത്തത്തില്ല, പള്ളിയിൽ പോകണം. തീർന്നില്ല. പ്രൈസ് ഗോഡ്. എല്ലാവരും ചേരാനല്ലൂരിൽ നിന്ന് നടുവിലപ്പള്ളിയിലേക്ക്, കപ്പൽ പള്ളിയിലേക്ക് ബസ്സേ കയറി പോകുമ്പം എൻ്റെ അമ്മച്ചിയുടെ പരിപാടി നടന്നു പൊക്കോളാം എന്നങ്ങ് നേരും. 3 മണിക്കും 2 മണിക്കും എഴുന്നേറ്റ് നടന്നാലേ 7 മണിക്ക് നൊവേനയ്ക്ക് നടുവിലപ്പള്ളി ചെല്ലത്തുള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം, അന്ന് നടന്നതിൻ്റെ നന്മയൊക്കെയാണ് ഇന്ന് പ്രാപിച്ചത്. അറിഞ്ഞോ അറിയാതെയോ ആയിരിക്കാം, ഞാൻ പറയട്ടെ, ആത്മാർത്ഥ ഹൃദയത്തോടെ ദൈവമുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട്, ഒരു അദൃശ്യ ശക്തി ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോയവരെ കുറിച്ച് ദൈവവചനം പറയുന്നു, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിനകത്താക്കും. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ, വിടുതൽ പ്രാപിക്കാൻ, നന്മ പ്രാപിക്കാൻ ആഗ്രഹിച്ച ദൈവമക്കളെ, നിന്റെ മാതാവും നിന്റെ പിതാവും കാണിച്ച മാർഗത്തിൽ കൂടെ നിന്നെ മുന്നോട്ട് കൊണ്ടുപോയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. എൻ്റെ അപ്പൻ ഭക്തനായിരുന്നു, എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്നൊരു സ്ത്രീ ആയിരുന്നു എന്ന്, അല്ലെങ്കിൽ ഇപ്പം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എൻ്റെ അപ്പനൊരു ഭക്തനാണ്, എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്നൊരു സ്ത്രീയാണ്, ഒരു ഭക്തയാണ് എന്ന് പറയാൻ കഴിവുള്ള ഒരു കരം ഉയർത്തൊരു സ്തോത്രം ചെയ്യാമോ? ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട സന്തതികളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ഇന്നിവിടുത്തെ മെയിൻ മെസ്സേജ് തരാൻ വന്നിരിക്കുന്ന, ന്യൂ ഇയർ മെസ്സേജ് തന്നിരിക്കുന്ന പാസ്റ്റർ PAV സാം. എനിക്ക് അടുത്തറിയാം. എൻ്റെ പിതാവിനെ ഞാൻ കണ്ടിട്ടില്ല, മാതാവിനെ കണ്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം കൂടെ പറഞ്ഞു, ART അതിശയം എന്ന് പറയുന്ന, ആമേൻ, ഹല്ലേലൂയ, അതിശയം തങ്കയ്യാച്ചൻ, പ്രൈസ് ഗോഡ് എന്ന് പറയുന്ന ആ ഉപദേശി, ഹല്ലേലൂയ, പ്രാർത്ഥിക്കാനിരുന്നാൽ മണിക്കൂറുകൾ പ്രാർത്ഥിക്കും. ആമേൻ. സാമുട്ടിച്ചാൻ്റെ അമ്മ എന്നോടൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, തൻ്റെ പുനരൂരുള്ള വീട്ടിൽ വെച്ച് പപ്പ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ വെള്ളം വല്ലതും വേണമെന്ന് കുടിക്കാനായിട്ട് വേണം ചോദിക്കാൻ ചെന്നപ്പോൾ താൻ പാട്ട് പാടി ദൈവത്തെ ഇങ്ങനെ കണ്ണടച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ട കാഴ്ച, അദ്ദേഹത്തിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു മൂർഖം പാമ്പ് പത്തി വിടർത്തി ആ പാട്ടുന്ന പാടിൻ്റെ ഈണത്തിനൊത്ത് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. ഹാലിലെ പ്രകൃതിയും ആരാധനയ്ക്ക് മുമ്പിൽ മുട്ടുമടക്കും, ജീവജാലങ്ങൾ മുട്ടുമടക്കും. സർവശക്തനായ യേശുവിനെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ ആരാധനയുടെ മുമ്പിൽ അവൻ സർപ്പം പോലെ മുട്ടുമടക്കും. യേശുവിന്റെ നാമത്തിൽ ആരാധന ഉയരട്ടെ, ആരാധന ഉയരട്ടെ, യേശുവിന് ആരാധന ഉയരട്ടെ, യേശുവിന് ആരാധന ഉയരട്ടെ. ജീസസ്. ഹല്ലേലൂയ. മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിരിക്കുന്നുണ്ട്. മുഖത്ത് നോക്കിയാൽ അറിയാം ഒരു തേജസ്സുണ്ട്. ബ്യൂട്ടി പാർലറിൽ പോയി ഫേസോ പാക്കിങ്ങോ ഫേസ് പാക്കോ ഇതൊന്നും നടത്തിയതിൻ്റെ തേജസ് അല്ല. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇത് ഉഴുന്ന് തേച്ചതിൻ്റെ തേജസ് അല്ല, ഇത് കടലമാവ് തേച്ചതിൻ്റെ തേജസ് അല്ല, ഇത് പ്രൈസ് ദി ലോർഡ് വെള്ളരിക്ക തേച്ചതിൻ്റെ തേജസ് അല്ല, ഇത് വളയംകുടമ്പഴം അരച്ച് ഭരിച്ചതിൻ്റെ തേജസ് അല്ല, ഇത് ദൈവകൃപയുടെ തേജസ്സാണ്. ആ തേജസ് ഉള്ളവർക്ക് കാലം വരുത്തി ദൈവത്തെ സ്തോത്രം ചെയ്യാം. ദൈവം 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 നിന്നെ ധരിക്കട്ടെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നാം അവയെ കേട്ടറിഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിരിക്കുന്നു, തലമുറകളോട് ദൈവിക മർമ്മങ്ങൾ പ്രസ്താവിക്കണം കേട്ടോ. അടുത്ത 4-ാം വാക്യം.
നാം അവരുടെ മക്കളോട് അവയെ മറച്ചു വെക്കാതെ നാം അവരുടെ മക്കളോട് അവയെ മറച്ചു വെക്കാതെ വരുവാനുള്ള തലമുറയോട് യഹോവയുടെ സ്തുതിയും ബലവും അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളും വിവരിച്ചു പറയും. മനസ്സിലായോ? ദൈവം വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിലേ വരുവാനുള്ള തലമുറയോട് അതെന്ത് ചെയ്യണം? വിവരിച്ച് പറയണം. നിങ്ങൾക്കറിയാലോ, ഇവിടെ ഓരോ സാക്ഷ്യം ഞാൻ പറയുമ്പം ഡീറ്റെയിൽസ് പോകുക. തലമുറയൊന്നും ആയിട്ടില്ല, ഒരു 2-3 കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ, 5 കൊല്ലം ആയിട്ടേ ഉള്ളൂ. ദൈവം അത്ഭുതം ചെയ്തത് അങ്ങ് മറന്നു പോകുക. മറക്കല്ലേ, ദൈവം നിനക്ക് വേണ്ടി ചെയ്തത് മറക്കല്ലേ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഈ 2012 അവസാന മാസത്തിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം ചെയ്ത ഉപകാരങ്ങൾ, ചെറുതും വലുതുമായ ഉപകാരങ്ങൾ ഓർമ്മയുള്ളവർക്ക് സ്തോത്രം ചെയ്ത് ആരാധിക്കാം. മക്കളോട് വിവരിച്ച് പറയണം. മക്കൾക്ക് കൊടുക്കാവുന്ന, മക്കളെ പഠിപ്പിക്കാവുന്ന ഏറ്റവും നല്ല ടെക്നോളജി എന്നാണെന്നറിയാമോ? ആരാധനയുടെ, സ്തുതിയുടെ, സ്തോത്രത്തിൻ്റെ, ദൈവവചന ധ്യാനത്തിൻ്റെ, ഉപവാസത്തിൻ്റെ ഈ ടെക്നോളജി പിള്ളേരെ പഠിപ്പിച്ചാലുണ്ടല്ലോ, അവർ ഒരു ദിവസം പോലും പട്ടിണി കിടക്കേണ്ടി വരത്തില്ല. ബാലസങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ഇന്ന് രാത്രി നമ്മുടെ തലമുറയുടെ അനുഗ്രഹം ഉറപ്പാക്കിക്കൊണ്ടൊരു സ്തോത്രം ചെയ്യാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇനി 8:4 ഒന്നുകൂടെ വായിച്ച്. 78:4. നാം അവരുടെ മക്കളോട് അവയെ മറച്ചു വെക്കാതെ വരുവാനുള്ള തലമുറയോട് യഹോവയുടെ സ്തുതിയും ബലവും അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളും വിവരിച്ചു പറയും. 3 കാര്യങ്ങൾ. 1 സ്തുതി, 2 ബലം, 4 അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികൾ. ഞാൻ ചോദിക്കട്ടെ, ദൈവം ബലവാനാണെന്ന് അറിയാവുന്ന കൂടി സ്തോത്രം ചെയ്യാമോ? ഈ ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണെന്ന് മനസ്സിലായിട്ടുള്ള കൂടി സ്തോത്രം ചെയ്യാമോ? അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അവൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള അത്ഭുത പ്രവർത്തികൾ ഓർമ്മയുള്ളവർക്ക് കരമുയർത്തി സ്തോത്രം ചെയ്ത് ആരാധിക്കാമോ? ദൈവത്തിന് വേണ്ടി നിന്നാലുണ്ടല്ലോ, ഹല്ലേലൂയ, ദൈവം അനുഗ്രഹിച്ചിരിക്കും. പ്രൈസ് ഗോഡ്. ഇനി 5-ാം വാക്യം. അവൻ യാക്കോബിൽ ഒരു സാക്ഷ്യം സ്ഥാപിച്ചു, ഇസ്രായേലിൽ ഒരു ന്യായപ്രമാണം നിയമിച്ചു, നമ്മുടെ പിതാക്കന്മാരോട് അവയെ തങ്ങളുടെ മക്കളെ അറിയിപ്പാൻ കൽപ്പിച്ചു. ദൈവമക്കൾ, ഇത് കൽപ്പനയാകട്ടോ. നിങ്ങളുടെ മക്കളോട് നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന കൽപ്പനയാണ്. അതിന് പകരം ഞായറാഴ്ച ആരാധനയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞു കൊടുക്കല്ലേ, കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കണ്ടെന്ന് പറഞ്ഞു കൊടുക്കല്ലേ, നാളെ പരീക്ഷയാണ് കോട്ടേജ് മീറ്റിങ്ങിന് പോകണ്ടെന്ന് പറഞ്ഞു കൊടുക്കല്ലേ. വല്ല നന്മയും ആരെങ്കിലും പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവമക്കൾക്ക് പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, പ്രാപിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ, ഈ ദൈവത്തെ ആരാധിച്ചതിൻ്റെ നന്മയാണെന്ന് മനസ്സിലാക്കി ഒരു സ്തോത്രം ചെയ്യാമോ? 127-ാം സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്, വായിക്കണ്ട. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. ദൈവത്തെ ആരാധിക്കുന്ന ജനമേ, ദൈവത്തെ സേവിക്കുന്ന ജനമേ, നിന്റെ തലമുറ ദൈവത്തിന് വേണ്ടി മാറി നിന്നാൽ അവരെ ഉറക്കത്തിൽ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അവരുടെ കരങ്ങളുടെ പ്രവൃത്തികളെ സാധ്യമാക്കിക്കൊണ്ട്, അവരുടെ ബുദ്ധിയുടെ പ്രവൃത്തികളെ സാധ്യമാക്കിക്കൊണ്ട്, അവരുടെ പരീക്ഷയിൽ മാർക്ക് കിട്ടുന്നതിന് സഹായിച്ചുകൊണ്ട്, അവരുടെ ഓർമ്മശക്തിയെ വർദ്ധിപ്പിച്ചുകൊണ്ട് നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് ഈ ദൈവമെന്ന് മനസ്സിലാക്കി കരമുയർത്തി ഒരു സ്തോത്രം ചെയ്ത് ആരാധിക്കാമോ? പക്ഷെ ഒരു കാര്യം, കുഞ്ഞുങ്ങളെ ഒരു കാര്യം പഠിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്തോത്രം പറ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. Seek ye first the kingdom of God and that you receive all these things. കർത്താവിനെ അന്വേഷിച്ചു കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങൾ അവനെ ആരാധിക്കാൻ മുന്നിൽ നിന്നാൽ, അവനോട് പ്രാർത്ഥിക്കാൻ മുന്നിൽ നിന്നാൽ, അവനെ സേവിക്കാൻ മുന്നിൽ നിന്നാൽ, അവരുടെ ബാക്കി എല്ലാ മണ്ഡലത്തിലും അവർ അനുഗ്രഹിക്കപ്പെടുമെന്ന് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളവർ മാത്രം കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഈ 2013 പറഞ്ഞോണം. കൈ പൊക്കാൻ പറ്റാത്ത വല്ലവരുടെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ് 2013 കൈ പൊക്കിത്തവണ്ണം തിരിയാവണം. പ്രൈസ് ഗോഡ്. ഇനി അടുത്ത വാക്യം. വരുവാനുള്ള തലമുറ ജനിപ്പാനിരിക്കുന്ന മക്കൾ തന്നെ അവയെ ഗ്രഹിച്ച് എഴുന്നേറ്റ് തങ്ങളുടെ മക്കളോട് അറിയിക്കുകയും. ഇറ്റ് ഈസ് എ ചെയിൻ റിയാക്ഷൻ. നമ്മൾ നമ്മുടെ മക്കളോട് പറയും, അവർ അവരുടെ മക്കളോട് പറയും, അത് അവരുടെ മക്കളോട് പറയും. ഇറ്റ് ഈസ് എ ചെയിൻ റിയാക്ഷൻ. ഉറപ്പാക്കിക്കോണം കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ കൊച്ചു കുഞ്ഞുണ്ടെങ്കിൽ, ഹല്ലേലൂയ, സച്ചിൻ തെണ്ടുൽക്കർ ആരാണെന്ന് അവനറിയാം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. പക്ഷേ ദൈവവചനത്തിൽ ദാനിയേൽ ആരാന്ന് കൂടെ പഠിപ്പിച്ചേക്കണം. ഇത്തവണ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ ചിലപ്പം നിനക്ക് മാർക്ക് മറ്റൊന്ന് കിട്ടുമായിരിക്കും, ദാനിയേലിനെ കുറിച്ച് ചോദ്യം കാണത്തില്ല. പക്ഷെ അതുകൂടെ പഠിപ്പിക്കണം. അതുകൂടെ പഠിപ്പിച്ച ഗുണമെന്നാണെന്നറിയാമോ? 10 ഇരട്ടി വിശിഷ്ടരെന്ന് നിന്റെ തലമുറ എണ്ണപ്പെടും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അടുത്ത വാക്യം. അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വെക്കുകയും ദൈവത്തിന്റെ പ്രവൃത്തികളെ മറന്നു കളയാതെ
അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു നടക്കുകയും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ശാഠ്യവും മത്സരവുമുള്ള തലമുറയായി ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോട് അവിശ്വസ്ത മനസ്സുള്ള ഒരു തലമുറയായി തീരാതിരിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. ഒരു കാര്യം ഉറപ്പാണ്, പിള്ളേരെ പഠിപ്പിക്കുന്നതിൻ്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്നറിയാമോ? ഇവർ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാകണം. നീ പഠിപ്പിച്ചതിൻ്റെ ഗുണം കാണുന്നത് അങ്ങനെ. പിള്ളേർ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാകണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണെന്ന് ഉറപ്പ് വരുത്തണം. പണത്തിലും മണി പവർ, മാൻ പവർ, മസിൽ പവർ, ഇതിലൊക്കെ ആശ്രയിക്കുന്ന ഒരു കൂട്ടം വർദ്ധിച്ച് വരുമ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ സ്പിരിച്വൽ പവറിൽ ആശ്രയിക്കുന്നവരാണെന്ന് വരണം. അത് നിങ്ങളെ കൊണ്ടേ പറ്റത്തുള്ളൂ, സഭയ്ക്ക് ഒരു പരിധിക്കുള്ളിൽ പറ്റത്തില്ല. പ്രൈസ് ഗോഡ്. അടുത്തത്, ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രൈമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി. അവർ ദൈവത്തിന്റെ നിയമം പ്രമാണിച്ചില്ല, അവന്റെ ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ചു നടന്നു. മനസ്സിലാക്കണം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആയുധം ധരിച്ച എഫ്രൈമർ പിന്തിരിഞ്ഞു പോയതുപോലെ പോകാനിടയാകരുത്. അവർ ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ചില്ല. ഡോക്ടറാക്കാം, എൻജിനീയറാക്കാം, IAS ആക്കാം, പക്ഷേ സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുണ്ടോ? എത്ര പേർക്ക് ഞാൻ ഇവിടെ ഇരുന്നൊരു, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട, ആത്മാർത്ഥമായിട്ട് പറ, എൻ്റെ കുഞ്ഞുങ്ങൾ 2, 3, 5, 10 അല്ലെങ്കിൽ 1 എൻ്റെ കൂടെ നിശ്ചയമായിട്ടും സ്വർഗത്തിൽ കാണുമെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ആ ഉറപ്പാക്കിക്കോണം. 2013 ആ ഉറപ്പ് വരുത്തിക്കോണം. കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് നോക്കണം, വേദപുസ്തകം വായിക്കുന്നുണ്ടോ എന്ന് നോക്കണം. തിന്നില്ലെങ്കിലും കുഴപ്പമില്ല, കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, 2 ദിവസം കുളിച്ചില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. സ്വർഗത്തിൽ പോകാൻ കുളിച്ചവനെ സ്ഥാനപ്പെട്ടാൽ നോക്കത്തുള്ളൂ, ബാക്കിയുള്ള കുളിയൊന്നും സ്വർഗത്തിൻ്റെ കണക്കിലില്ല. ആമേൻ. നോക്കിക്കോണം, സൂക്ഷിച്ചോണം. പ്രൈസ് ഗോഡ്. അടുത്തത്, അവർ അവന്റെ പ്രവൃത്തികളെയും അവരെ കാണിച്ച അത്ഭുതങ്ങളെയും മറന്നു കളഞ്ഞു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അടുത്ത വാക്യം, അവൻ മിസ്രയീം ദേശത്ത് സോവാൻ വയലിൽ വെച്ച് അവരുടെ പിതാക്കന്മാർ കാണെ അത്ഭുതം പ്രവർത്തിച്ചു. രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറയാം. 2013 നിങ്ങൾ കാണത്തക്കവണ്ണം നിങ്ങളുടെ വീട്ടിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും, നിങ്ങളുടെ ബിസിനസ്സിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും, നിങ്ങളുടെ ജോലിയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം, തോന്നലല്ല, നിന്റെ കണ്ണുകൊണ്ട് കാണത്തക്കവണ്ണം നിന്റെ ജീവിതത്തില്, നിന്റെ കുടുംബത്തില്, നിന്റെ തലമുറയില്, ബിസിനസ്സില്, ആ ശുശ്രൂഷയില് അത്ഭുതങ്ങൾ. ഫെയ്ത്ത് സിറ്റി സഭയിലെ ഓരോ വിശ്വാസിയും ഈ വിശ്വാസത്തിന്റെ ഈ പ്രഖ്യാപനം ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാമോ? അതെ, 2013 അത്ഭുതത്തിന്റെ വർഷമാണ്. എത്ര പേർ അത്ഭുതം കാണുമെന്ന് ധൈര്യമായിട്ട് വിശ്വസിക്കുന്നു? ദൈവം നിങ്ങളെ കാണിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. 13-ാം വാക്യം, അവൻ സമുദ്രത്തെ വിഭാഗിച്ചു, അതിൽ കൂടി അവരെ കടത്തി, അവൻ വെള്ളത്തെ ചിറ പോലെ നിൽക്കുമാറാക്കി. പ്രൈസ് ഗോഡ്. ഒരിക്കലും കാണാത്ത വഴികളിൽ കൂടെ, അത്ഭുത വഴികളിൽ കൂടെ ചിലരെ 2013 ദൈവം കടത്തിവിടും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല, നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചില വഴികൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ചില പുതുവഴികൾ ഇന്ന് രാത്രി തുറക്കട്ടെ. Tonight, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ചില പുതുവഴികൾ തുറക്കട്ടെ. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ചെങ്കടൽ വിഭാഗിച്ചത് എപ്പോഴാണെന്നറിയാമോ? ലാസ്റ്റ് മോമെന്റില്ല. അതുവരെ ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു. ഒറ്റ രാത്രി ശക്തിയേറിയ ഒരു കാറ്റങ്ങോട്ട് അടുപ്പിച്ചു. നേരം വെളുത്ത് നോക്കിയപ്പം ദണ്ട കടൽ ഉണങ്ങി വഴി തെളിഞ്ഞ് കിടക്കുക. അതുപോലെ നിന്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് അവസാന നിമിഷത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു അത് തോന്നിയാലും പേടിക്കല്ലേ, ഭയപ്പെടല്ലേ. ഇതാ വഴികൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി നാളെ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവ പ്രവൃത്തി ആരംഭിക്കട്ടെ. ഹല്ലേലൂയ.
ഇന്ന് പകൽ ഞാൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, 2 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം ദൈവത്തിൻ്റെ ആത്മാവ് എനിക്കൊരു ആലോചന തന്നു. അതൊന്ന് സഭയോട് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുക. ദാനിയേൽ പ്രവചനത്തിൽ വായിക്കുന്നു, ദാനിയേൽ ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലേ, നീ പ്രാർത്ഥിക്കാൻ മനസ്സ് വെച്ച ആ ദിവസം തന്നെ നിനക്കുള്ള മറുപടി പുറപ്പെട്ടു. പക്ഷേ പാർസി രാജ്യത്തിൻ്റെ പ്രഭു 21 ദിവസം ആകാശത്തത് തടഞ്ഞു വെച്ചു. പിന്നെ മിഖായേൽ എന്ന പ്രധാന ദൂതൻ വന്നപ്പോൾ അവനെ ഞാൻ അവൻ്റെ അടുക്ക വിട്ടേച്ചും നിന്റെ മറുപടിയുമായി ഞാൻ ഇങ്ങോട്ട് വന്നു എന്ന് 21-ാം ദിവസം. ഇന്ന് രാത്രി 21-നൊരു പ്രാധാന്യമുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൽ ആ ഒരു പ്രാധാന്യമുണ്ടെങ്കിൽ 21 ദിവസങ്ങൾക്കകം നിനക്ക് ചില മറുപടികൾ പുറപ്പെടുവാൻ വിശ്വാസത്തോടെ ഏറ്റെടുക്കുക. യേശുവിന്റെ നാമത്തിൽ within 21 days. ഓ ജീസസ്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ. ഹല്ലേലൂയ. ഒരു 2 വേരിയൻസ് കൂടെ കാണുന്നു. കഴിഞ്ഞ ആഴ്ച പറഞ്ഞു 65 മണിക്കൂർ, 65 ദിവസം, 65 ആഴ്ച എന്നൊക്കെ പറഞ്ഞു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, 21 ദിവസം, 21 മണിക്കൂർ, 21 ആഴ്ച. 21 വർഷം പറഞ്ഞിട്ട് കാര്യമില്ല, 2013 നടക്കേണ്ടതാണ്. 21 മാസം പറഞ്ഞിട്ടും കാര്യമില്ല, 2013 നടക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ 21 മണിക്കൂറിനകം, അല്ലെങ്കിൽ 21 ദിവസത്തിനകം, ഏറിയാൽ 21 ആഴ്ചകൾക്കകം ചില മറുപടികൾ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുക. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. പ്രൈസ് ഗോഡ്. 14-ാം വാക്യം. പകൽ സമയത്ത് അവൻ മേഘം കൊണ്ടും രാത്രി മുഴുവനും അഗ്നിപ്രകാശം കൊണ്ടും അവരെ നടത്തി. പകൽ മേഘസ്തംഭം കൊണ്ട്, രാത്രി അഗ്നിസ്തംഭം കൊണ്ട്, രാപ്പകൽ വ്യത്യാസമില്ലാതെ കൃപകൾ ചൊരിയുന്നൊരു വർഷമാണ് 2013. രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവത്തിന്റെ മറുപടി അത്ഭുതകരമായിരിക്കും. ഉച്ചയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവത്തിന്റെ മറുപടി അത്ഭുതകരമായിരിക്കും. പ്രഭാതത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവത്തിന്റെ മറുപടി അത്ഭുതകരമായിരിക്കും. സന്ധ്യായാമത്തിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവത്തിന്റെ മറുപടി അത്ഭുതകരമായിരിക്കും. അവൻ മണിക്കൂർ വ്യത്യാസമില്ലാതെ, രാപ്പകൽ വ്യത്യാസമില്ലാതെ പ്രാർത്ഥിക്കുന്ന ജനത്തിന് മറുപടി തരുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം. വ്യക്തമായി 2013 സഭ കാണാൻ പോകുകയാണ്. നീ കുടുംബമായി കാണാൻ പോകുകയാണ്. ഓ ജീസസ്. ഹല്ലേലൂയ. 15-ാം വാക്യം. അവൻ മരുഭൂമിയിൽ പാറകളെ പിളർന്നു, ആഴികളാൽ എന്ന പോലെ അവർക്ക് ധാരാളം കുടിപ്പാൻ കൊടുത്തു. മരുഭൂമിയിൽ പാറകളെ പിളർന്ന് ധാരാളം കുടിപ്പാൻ കൊടുത്തി. മരുഭൂമി പോലെ ഒരു ഗുണവുമില്ലാതെ കിടന്ന ചില കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കൃപ കാണാൻ പോകുകയാണ്. നിങ്ങൾ എത്ര പേര് ഗൾഫിലുണ്ടെന്ന്? നിങ്ങൾ ആരെങ്കിലും എത്ര പേര് ഗൾഫിലുണ്ട്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. മരുഭൂമിയിൽ പാതയൊരുക്കുന്ന ദൈവം, മരുഭൂമിയിൽ കൂടെ ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, മാറയെ മധുരമാക്കി മാറ്റിയ ദൈവം, മരുഭൂമിയിലെ ഈന്തപ്പനകളുടെ കീഴിൽ താമസിപ്പിച്ച ദൈവം, മരുഭൂമിയിൽ പാറയെ പിളർന്നുകൊണ്ട് വെള്ളം തോടുകൾ കവിഞ്ഞ് ഒഴുകുമാറാക്കിയ ദൈവം. വിശേഷ ദൈവാത്മ സംസാരിക്കുന്നു. മരുഭൂമിയിൽ കിടക്കുന്ന ജനത്തിന് കൃപ കണ്ടെത്തക്കവണ്ണം ദൈവശക്തി വ്യാപരിക്കുന്ന ഒരു വർഷം 2013. എന്നാൽ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. പാറ പിളർന്നതുപോലെ ഭൂമി പിളരുന്ന ചില അനുഭവങ്ങൾ 2013 നിങ്ങൾ പത്രത്തിൽ വായിക്കും. എന്നാൽ ദൈവം നമ്മെ സൂക്ഷിക്കണം, ദൈവം നമ്മെ പരിപാലിക്കണം. ഭൂമി പിളർന്നാലും കാക്കാൻ കഴിയുന്ന ഒരു ദൈവമുള്ളത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ആരാധിക്കാം. ആമേൻ. പ്രൈസ് ഗോഡ്. 17-ാം വാക്യം. എങ്കിലും അവർ അവനോട് പാപം ചെയ്തു, അത്യുന്നതനോട് മരുഭൂമിയിൽ വെച്ച് മത്സരിച്ചു കൊണ്ടിരുന്നു. പാപത്തിൽ രസിക്കുന്ന ജാതി വർദ്ധിക്കും കേട്ടോ. ഇന്നത്തെ പത്രവാർത്തകൾ കണ്ട് ഞെട്ടുന്ന ജനമേ, അടുത്ത വർഷം ഇതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളായിരിക്കും. പാപത്തിൽ രസിക്കുന്ന, പാപത്തിൽ മുഴുകുന്ന, പാപത്തിൽ സന്തോഷിക്കുന്ന, പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്ന ജനം വർദ്ധിക്കുന്നത് കാണും. നിരാശപ്പെടേണ്ട. ദൈവത്തിൻ്റെ പരിപാടിയിൽ ഇതുമുണ്ട്. പ്രൈസ് ഗോഡ്. ഒരു യൂദ കർത്താവിനെ ഒറ്റിക്കൊടുത്തത് കൊണ്ട് ഭാരപ്പെടേണ്ട. അവൻ ഒറ്റിക്കൊടുത്തത് കൊണ്ട് അവന് നഷ്ടം, എന്നാൽ നമുക്ക് ലാഭം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അവൻ ദുഷ്ടന്മാർ ഭർത്തിച്ചാലും ദൈവമക്കൾക്ക് അനുഗ്രഹത്തിന് അത് അനുഗ്രഹമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അടുത്ത വാക്യം. തങ്ങളുടെ കൊതിക്ക് ഭക്ഷണം ചോദിച്ചുകൊണ്ട്
അവർ ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിച്ചു. ദൈവം ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവം അടുത്ത വാക്യം വായിച്ചേ. അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മേശയൊരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? അത്ഭുതങ്ങൾ കണ്ടാലും ചിലർ അംഗീകരിക്കത്തില്ല കേട്ടോ. പേസിറ്റിൻ്റെ കാര്യം തന്നെ പറയുന്നത്. ചിലർ അത്ഭുതങ്ങൾ കണ്ടാലും അംഗീകരിക്കാത്തവർ കാണും. പക്ഷെ നിങ്ങൾ ഭാരപ്പെടണ്ട. നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടന്നാൽ മതിയോ? നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടന്നാൽ മതിയോ? നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടന്നാൽ മതിയോ? നിൻ്റെ തലമുറയിൽ ഒരു അത്ഭുതം നടന്നാൽ മതിയോ? നിൻ്റെ ബിസിനസ്സിൽ ഒരു അത്ഭുതം നടന്നാൽ മതിയോ? പറയുന്നവൻ പറയട്ടെ, നിനക്ക് ദൈവം നിന്നെ അത്ഭുതകരമായി നടത്തുമെന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് അഡ്വാൻസ് ആയിട്ട് ഒരു സ്തോത്രം ചെയ്യാട്ട്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അടുത്തത്, അവൻ പാറയെ അടിച്ചു, വെള്ളം പുറപ്പെട്ടു, തോടുകളും കവിഞ്ഞൊഴുകി. സത്യം. പ്രൈസ് ഗോഡ്. 2013 അതിവൃഷ്ടിയും അനാവൃഷ്ടിയും ഉണ്ടാവും. മഴയില്ലാത്ത വരൾച്ച കൊണ്ട് ചില സ്ഥലം വളരെ ബുദ്ധിമുട്ടും. അതുപോലെ വെള്ളത്തിൻ്റെ പെരുപ്പം കൊണ്ടും ബുദ്ധിമുട്ടും. പേടിക്കണ്ട, നമുക്ക് ദൈവം സഹായിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അടുത്തത്, എന്നാൽ അപ്പം കൂടെ തരുവാൻ അവന് കഴിയുമോ? തൻ്റെ ജനത്തിന് അവൻ മാംസം വരുത്തി കൊടുക്കുമോ എന്ന് പറഞ്ഞു. ആകയാൽ യഹോവ അത് കേട്ട് കോപിച്ചു. അനുഗ്രഹം പ്രാപിച്ചവരുടെ കൂട്ടത്തിനകത്തും ഒരു മത്സരക്കൂട്ടം ഉണ്ടാകും. ദൈവം അവരോട് ഇടപെടും. നിങ്ങൾ കുറിച്ചിട്ടോ, മത്സരിക്കുന്ന വ്യക്തികളെ ദൈവം ഇടപെടുന്നത് നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും. കാരണം 40 വർഷം അതിശയകരമായി നടത്തിയിട്ടും അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ പങ്ക് പറ്റിയിട്ട് ദൈവത്തെ ചോദ്യം ചെയ്തവരെ ദൈവം കൈകാര്യം ചെയ്തതുപോലെ നിങ്ങൾ കാണും. പക്ഷെ ഭാരപ്പെടേണ്ട, അതും ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. 23-ാം വാക്യം, 22-ാം വാക്യം. അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും അവന്റെ രക്ഷയിൽ ആശ്രയിക്കുകയും ചെയ്യായികയാൽ തന്നെ. ദൈവത്തിൽ വിശ്വസിക്കുകയും അവൻ്റെ രക്ഷയിൽ ആശ്രയിക്കുകയും ചെയ്യായികയാൽ തന്നെ. ദൈവത്തിൽ വിശ്വസിച്ച് അവനിൽ ആശ്രയിക്കാത്തവരെ ദൈവം കൈകാര്യം ചെയ്യുന്നത് കാണുമ്പം ഈ ദൂത് ഓർത്തോണം. സ്തോത്രം പറഞ്ഞോണം. അയ്യോ പാവമായിപ്പോയെന്ന് പറയല്ലേ, സ്തോത്രം പറഞ്ഞോണം. ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. അടുത്ത വാക്യം. അവൻ മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു, ആകാശത്തിന്റെ വാതിലുകളെ തുറന്നു. അവർക്ക് തിന്മാൻ മന്ന. അവൻ മേഘങ്ങളോട് കൽപ്പിച്ചു, ആകാശത്തിന്റെ വാതിലുകളെ തുറന്നു. ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. വലിയ പ്രകൃതി ക്ഷോഭങ്ങൾ വീണ്ടും നിങ്ങൾ കേൾക്കും, കാണും. പ്രൈസ് ഗോഡ്. ഈ 2013 പ്രകൃതി മനുഷ്യനെതിരായി തിരിയും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതിൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. അതിൻ്റെ നടുവിൽ ദൈവത്തിന് സ്തോത്രം. 24-ാം വാക്യം. അവർക്ക് തിന്മാൻ മന്ന വർഷിപ്പിച്ചു, സ്വർഗീയ ധാന്യം അവർക്ക് കൊടുത്തു. അതിൻ്റെ നടുവിലും ഒരു സമൃദ്ധി പകരാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് എത്ര വിശ്വാസമുണ്ട്? അങ്ങനെയാണെങ്കിൽ നിനക്ക് സമൃദ്ധി തരാൻ ദൈവത്തിന് കഴിയും. ആമേൻ, ഹല്ലേലൂയ. സെറാഫത്തയിലെ അനേക കുടുംബങ്ങൾ പട്ടിണി കിടന്ന് ചത്തപ്പം ഒരു കുടുംബത്തിനകത്ത് കലത്തിലെ മാവ് തീരാതെ സൂക്ഷിച്ചൊരു ദൈവമുണ്ട് കേട്ടോ. ഒരു ഭരണിയിലെ എണ്ണ കുറയാതെ സൂക്ഷിച്ചൊരു ദൈവമുണ്ട് കേട്ടോ. ഏലിയാവുള്ള ഭവനത്തിൽ എണ്ണ കുറഞ്ഞില്ല, കലത്തിലെ മാവ് കുറഞ്ഞില്ല, ഭരണിയിലെ എണ്ണ തീർന്നു പോയില്ല. യേശു നിന്റെ ഭവനത്തിലുണ്ടെന്ന് ഉറപ്പാക്ക്. നിന്നെ ഇതൊന്നും ബാധിക്കാതെ സൂക്ഷിക്കാൻ യേശുവിന് കഴിയും. 26-ാം വാക്യം. അവൻ ആകാശത്തിൽ കിഴക്കൻ കാറ്റ് അടുപ്പിച്ചു, തന്റെ ശക്തിയാൽ കിഴക്കൻ കാറ്റ് വരുത്തി. കത്രീനയും സാഞ്ചി കൊണ്ടൊന്നും തീരത്തില്ല. 2013 കൊടുങ്കാറ്റിൻ്റെ ഒരു പരമ്പര തന്നെ കാണും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 27-ാം വാക്യം. അവൻ അവർക്ക് പൊടി പോലെ മാംസത്തെയും കടൽപ്പുറത്തെ മണൽ പോലെ. ദൈവാത്മാവിനോട് സംസാരിച്ചത് ഇങ്ങനെയാണ്: ആകാശത്ത് നിന്ന് അത്ഭുതങ്ങൾ കാണും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അനുഗ്രഹത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും സംഭവങ്ങൾ ഒന്നിച്ചു കാണും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അടുത്ത 28-ാം വാക്യം. അവരുടെ പാളയത്തിന്റെ നടുവിലും പാർപ്പിടങ്ങളുടെ ചുറ്റിലും അവയെ പൊഴിച്ചു. നിന്റെ വീടിനടുത്ത് പ്രശ്നങ്ങളുണ്ടാവും. നീ താമസിക്കുന്ന വീടിന് അയലോക്കത്ത് ആമേൻ, പ്രൈസ് ഗോഡ്, നീ പ്രതീക്ഷിക്കാതെ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ നടക്കും. എന്നാൽ നിന്നെ ദൈവം സൂക്ഷിക്കും. ദൈവത്തെ സേവിക്കുന്ന ജനത്തിന് ദൈവത്തെ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. നിന്റെ അയൽവക്കത്ത് ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ നടന്നാലും നിന്നെ സൂക്ഷിക്കാൻ ഒരു ദൈവമുള്ളതോർത്ത്, നിന്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കാൻ, നിന്റെ കൂട്ടാളിയെ സൂക്ഷിക്കാൻ, നിന്റെ കുടുംബത്തെ സൂക്ഷിക്കാൻ ഒരു ദൈവമുള്ളതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരു ഗുണ്ടയൊന്നുമല്ല, പല ഗുണ്ട ചില വീടുകളിലൂടെ കയറി ഇറങ്ങും. നിന്റെ വീട്ടിൽ കൂടെ അത് കടന്നു പോകാതിരിക്കാൻ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുക. 29-ാം വാക്യം. അങ്ങനെ അവർ തിന്ന് തൃപ്തരായി തീർന്നു.
അവർ ആഗ്രഹിച്ചത് അവൻ അവർക്ക് കൊടുത്തു. സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. നിങ്ങൾ ഉപദേശം പ്രാർത്ഥിച്ചങ്ങ് പോയച്ചാൽ മതി, ആഗ്രഹിച്ചത് ദൈവം കൊണ്ടുതരും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇനി 30-ാം വാക്യം. അവരുടെ കൊതിക്ക് മതി വന്നില്ല. ഭക്ഷണം അവരുടെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ കോപം അവരുടെ മേൽ വന്നു. അവരുടെ അതിപുരുഷന്മാരിൽ ചിലരെ കൊന്നു. ദൈവത്തിൻ്റെ ആത്മ വ്യക്തമായ എന്നൊരു കാര്യം പറഞ്ഞു. 2013 പത്രവാർത്തകൾ വരും, ഫുഡ് പോയിസൺ. ചില ചെറുപ്പക്കാർ തട്ടിപ്പോവും. എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. ഒരു സംഭവമായിരിക്കും. പ്രാർത്ഥിക്ക്. നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ മക്കളെയും നിൻ്റെ തലമുറയെയും ദൈവം അനർത്ഥത്തിൽ നിന്ന് വിടുവിക്കാൻ. ഹല്ലേലൂയ. ഒരു ഹോസ്റ്റൽ ഞാൻ കാണുന്നു. ആ ഹോസ്റ്റലിൽ കൂടെ ശക്തമായി പ്രവർത്തനങ്ങൾ നടക്കും. ശത്രു പ്രവർത്തിക്കും. അത് നിൻ്റെ കുഞ്ഞുങ്ങളുള്ള ഹോസ്റ്റൽ ആകാതിരിക്കാൻ ശക്തിയോടെ ആരാധിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ശത്രുവിന്റെ സകല അടവുകളെയും ഞാൻ ശാസിക്കുന്നു. ആമേൻ. ഭക്ഷണത്തിൽ കൂടെ ചില ബാധകൾ ഉണ്ടാകും. പ്രൈസ് ഗോഡ്. ചില യൗവനക്കാരെ ശക്തമായത് ബാധിക്കും. ദൈവകോപം ചിലരിൽ നിഴലിടുന്നത് കാണേണ്ടി വരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 32-ാം വാക്യം. ഇതെല്ലാമായിട്ടും അവർ പിന്നെയും പാപം ചെയ്തു, അവന്റെ അത്ഭുത പ്രവൃത്തികളെ വിശ്വസിച്ചതുമില്ല. പിന്മാറ്റക്കാർക്ക് അതിന് തക്ക പ്രതിഫലം കൊടുക്കും. കേൾക്കുന്നവരുടെ ചെവി രണ്ടും മുഴങ്ങത്തക്കവണ്ണമുള്ള ചില സംഭവങ്ങളുണ്ടാവും. കുറിച്ചിട്ടോ, കേൾക്കുന്നവരുടെ ചെവി മുഴങ്ങത്തക്കവണ്ണമുള്ള ചില സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരും. പ്രൈസ് ഗോഡ്. 36-ാം വാക്യം. അവൻ അവരെ കൊല്ലുമ്പോൾ അവർ അവനെ അന്വേഷിക്കും. അവർ തിരിഞ്ഞ് ജാഗ്രതയോടെ ദൈവത്തെ തിരയും. ജനത്തിന് ഭീതി ഉളവാക്കത്തക്കവണ്ണം ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് കാണാൻ സാധിക്കും. ജനം ഭീതിയിലാവും കേട്ടോ. അടുത്തത് 35-ാം വാക്യം. ദൈവം തങ്ങളുടെ പാറയെന്നും അത്യുന്നതനായ ദൈവം തങ്ങളുടെ വീണ്ടെടുപ്പുകാരനെന്നും. എല്ലാം നടന്നാലും ഒരു കാര്യം ദൈവം വ്യക്തമായി സംസാരിക്കുന്നു. സുവിശേഷത്തിന് വേണ്ടി ദാഹിക്കുന്ന, സുവിശേഷം അനുസരിക്കാൻ വേണ്ടി കൂട്ടമായി വരുന്ന ഒരു കൂട്ടത്തെ ഞാൻ കാണുന്നു. പ്രൈസ് ഗോഡ്. അത് ഫെയ്ത്ത് സിറ്റിയിലും ഒരു വർധന ഉണ്ടാകട്ടെ. കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കാം. 2013 സുവിശേഷത്തിന്റെ വ്യാപ്തി ദേശത്തെങ്ങും നടക്കുമ്പോൾ നാം അനുഗ്രഹിക്കപ്പെടണം. 36-ാം വാക്യം. എങ്കിലും അവർ വായ്കൊണ്ട് അവനോട് കപടം സംസാരിക്കും, നാവുകൊണ്ട് അവനോട് ഭോഷ്ക് പറയും. അതുപോലെ തന്നെ മത്സരികളുടെ എണ്ണം വർദ്ധിക്കും. പേടിക്കണ്ട കേട്ടോ, ദൈവം നിന്നെ സൂക്ഷിക്കും. ഹല്ലേലൂയ. അടുത്ത വാക്യം അത് വായിച്ചോ. അവരുടെ ഹൃദയം അവങ്കൽ സ്ഥിരമായിരുന്നില്ല, അവന്റെ നിയമത്തോട് അവർ വിശ്വസ്തത കാണിച്ചതുമില്ല. വ്യക്തമായി സംസാരിക്കുന്നു. ഭക്തന്മാരെന്ന് പറയുന്ന ചിലര് അവിശ്വസ്തരാണെന്ന് 2013 വെളിപ്പെടും. അത് ഫെയ്ത്ത് സിറ്റിയിൽ അടക്കം. ഭക്തന്മാരെന്ന് പറയുന്ന ചിലര് അവിശ്വസ്തരാണെന്ന് വെളിപ്പെടുന്ന വർഷം 2013. ഞാൻ പറയട്ടെ, കർത്താവ് വ്യക്തമായി പറഞ്ഞു. യൂദായോട് പറഞ്ഞു, നീയാണ്. യൂദാ പറഞ്ഞു, പ്രൈസ് ഗോഡ്, ഞാൻ അല്ലെന്നല്ല പറഞ്ഞത്. മേടിച്ചങ്ങ് പുറത്തോട്ട് പോയി. ഇന്ന് രാത്രി ദൈവമക്കളെ, ദൈവവചനത്തിനും ദൈവകൃപയ്ക്കും എതിരായി നിൽക്കാൻ, ദൈവമക്കൾക്കെതിരായി നിൽക്കാൻ, ദൈവസഭയ്ക്കെതിരായി നിൽക്കാൻ ഒരു കാലത്തും ഇടയാകല്ലേ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 38-ാം വാക്യം. എങ്കിലും അവൻ കരുണയുള്ളവനാകൊണ്ട് അവരെ നശിപ്പിക്കാതെ അവരുടെ അകൃത്യം ക്ഷമിച്ചു. മാനസാന്തരപ്പെടുന്നവനെ ക്ഷമിക്കുകയും അവനെ അനുഗ്രഹത്തിലേക്ക് വീണ്ടും നടത്തുകയും ചെയ്യുന്ന വർഷമാണ് ഈ 2013. 39. അവർ ജഡമത്രയെന്നും മടങ്ങി വരാതെ കടന്നു പോകുന്ന കാറ്റെന്നും അവൻ ഓർത്തു. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, മാറ്റമില്ലാത്ത ദൈവകൃപ ചിലർ അനുഭവിക്കും. മരണത്തിൻ്റെ വക്കത്ത് നിന്ന് പിടിച്ചു മാറ്റിയതുപോലെ രക്ഷപ്പെടും. ദൈവത്തെ സ്തുതിക്കാം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. കർത്താവാം ദൈവമേ, മരണത്തിൻ്റെ വക്കിൽ നിന്ന് പിടിച്ചു മാറ്റിയതുപോലെ, എടുത്തു മാറ്റിയതുപോലെ നീ നിന്റെ ജനത്തെ കാത്തു സൂക്ഷിച്ച് പരിപാലിക്കുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. 43-ാം വാക്യം. അവൻ ശത്രുവിൻ വശത്ത് നിന്ന് അവരെ വിടുവിച്ച ദിവസവും അവർ ഓർത്തില്ല. ദൈവം ചെയ്ത നന്മകളൊന്നും മറക്കാതെ ഒന്ന് എഴുതി വെച്ച് ഓർത്തോണം കേട്ടോ. ദിവസം കഴിഞ്ഞോണം കേട്ടോ. പ്രത്യേകിച്ച് പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ പറയുകയാണ്, ദൈവം ചെയ്ത നന്മകളൊക്കെ ഒന്ന് എഴുതി വെച്ച് ഓർത്തോണം. കുറേ കഴിയുമ്പോൾ ഡീറ്റെയിൽ ഞാൻ പറയുമ്പോൾ അത് തിരുത്താൻ പറയാനാകരുത്. ഒന്നല്ലെങ്കിൽ അന്ന് പറഞ്ഞത് തെറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞത് തെറ്റ്. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, ദൈവം ചെയ്തൊന്ന് ഓർത്ത് വച്ചേക്കണം. നിങ്ങൾക്ക് തിരുത്താനായിട്ട് ഇടയാകരുത്. ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മറക്കല്ലേ കേട്ടോ, മറക്കല്ലേ. ദൈവം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ രക്ഷിക്കപ്പെട്ടത് 20-ാം വയസ്സിലാണ്. അന്ന് മുതൽ ഇന്ന് വരെ ചെയ്ത ഒരു കൊച്ചു കാര്യം പോലും മറക്കാൻ പറ്റത്തില്ല. ദൈവം ചെയ്തത് എനിക്ക് മറക്കാൻ പറ്റത്തില്ലെന്ന്, അവൻ്റെ ഡീറ്റെയിൽസ് അടക്കാൻ പറ്റത്തില്ലെന്ന് ഓർമ്മയുള്ളൊരു കരമെടുത്ത് ദൈവത്തെ സ്തുതിച്ചാരാധിക്കുക.
ദൈവം വേറെ ഒന്നും ചോദിക്കുന്നില്ല. ഒരു നന്ദിയുള്ള ഹൃദയം നമുക്കുണ്ടായാൽ മതി. എന്ന് പറഞ്ഞാൽ കൊച്ചു കാര്യം പോലും 50 പൈസയ്ക്ക് സഹായിച്ചതുപോലും ഞാൻ മറന്നിട്ടില്ല. സത്യമാണ് പറയുന്നത്. 50 പൈസയുടെ സമയത്ത്, ആവശ്യമില്ലാത്ത സമയത്ത്, കയ്യിലില്ലാത്തപ്പം എന്നെ സഹായിച്ചൊരു ദൈവത്തെ എനിക്കറിയാം. 2 രൂപയുടെ ഒരു പേന മേടിക്കാൻ കാശില്ലാത്ത സമയത്ത് പേന എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന ദൈവം എനിക്കറിയാം. 10 രൂപയുടെ ഒരു ചെരുപ്പ് മേടിക്കാൻ കാശില്ലാത്ത സമയത്ത് ചെരുപ്പ് കൊണ്ടുവന്നൊരു ദൈവത്തെ എനിക്കറിയാം. ചെറുപ്പം മുതൽ ദൈവം നിന്നെ നടത്തിയ വിധങ്ങളെ ഓർത്ത്, നിന്നെ സഹായിച്ച വിധങ്ങളെ ഓർത്ത്, ഇതിനൊന്നും യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് ഇന്ന് ഉന്നത സ്ഥാനങ്ങളിലെത്തി, ഉന്നതമായ അനുഭവങ്ങളിലെത്തി, ഉയർന്ന സമ്പന്നതയിലെത്തി, ഉയർന്ന അധികാരങ്ങളിലെത്തി, ഉയർന്ന പദവിയിലെത്തി. എന്നാൽ ഒരു പാക്കറ്റ് പാല് പോലും മേടിക്കാൻ കഴിവില്ലാത്ത സ്ഥാനത്ത് നിന്നാണ് എൻ്റെ ദൈവം ഇവിടെ കൊണ്ടുവന്നതെന്ന് മറക്കാതെ കരമടിച്ച് ശക്തിയോടെ അവനെ ഒന്ന് ആരാധിക്കാമോ? ഹല്ലേലൂയ. 44-ാം വാക്യം. അവൻ അവരുടെ നദികളെയും തോടുകളെയും അവർക്ക് കുടിപ്പാൻ വഹിയാതെ വണ്ണം രക്തമാക്കി തീർത്തു. ദൈവത്തിന് അത്യപൂർവ പ്രതിഭാസങ്ങൾ പ്രത്യക്ഷപ്പെടും കേട്ടോ. സയൻസിന് നിർവചിക്കാൻ വയ്യാത്ത അത്യപൂർവമായ പ്രതിഭാസങ്ങൾ. നൈൽ നദിയുടെ വെള്ളം രക്തമായി തീർന്നതിന് സമാനമായ പ്രശ്നങ്ങൾ നിങ്ങൾ പത്രത്തിൽ കൂടെ വായിക്കും, TV-യിൽ കാണും, നിങ്ങളുടെ ചുറ്റുപാടും കടന്നിരിക്കും. ഓർത്ത് ദൈവത്തെ സ്തുതിച്ചോണം, ദൈവം നിങ്ങളെ സൂക്ഷിക്കാൻ. ഹല്ലേലൂയ. 44, അടുത്തത് 45. അവൻ അവരുടെ ഇടയിൽ ഈച്ചയെ അയച്ചു, അവ അവരെ അരിച്ചു കളഞ്ഞു. തവളയെയും അയച്ചു, അവ അവർക്ക് നാശം ചെയ്തു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ചില ഇൻസെക്ട്സിൻ്റെ ആക്രമണം ഉണ്ടാകും 2013. അതെന്താണെന്ന് പോലും മനസ്സിലാക്കാതെ വണ്ണം ഇറ്റ് വിൽ ബി സ്വാം, വെട്ടുക്കിളി പോലെ വരും. പ്രൈസ് ഗോഡ്. 46. അവരുടെ വിള അവൻ തുള്ളനും അവരുടെ പ്രയത്നം വെട്ടുക്കിളിക്കും കൊടുത്തു. കൃഷിനാശം. അടുത്തത്. അവൻ അവരുടെ മുന്തിരിവള്ളികളെ കൽമഴ കൊണ്ടും അവരുടെ കാട്ടുത്തി വൃക്ഷങ്ങളെ ആലിപ്പഴം കൊണ്ടും നശിപ്പിച്ചു. ഇൻസെക്ടിസൈഡ്സ് കൊണ്ടും മരുന്ന് കൊണ്ടും ഒന്നും നശിപ്പിക്കാൻ മാറ്റാൻ വയ്യാത്ത കൃഷിനാശങ്ങളും തോട്ടങ്ങൾക്ക് നാശം വരും. അടുത്തത്. അവൻ അവരുടെ കന്നുകാലികളെ കൽമഴയ്ക്കും അവരുടെ ആട്ടിൻകൂട്ടങ്ങളെ ഇടിത്തേക്കും ഏൽപ്പിച്ചു. കാർഷിക വിളകൾക്കും പ്രൈസ് ഗോഡ് ഹല്ലേലൂയ മൃഗങ്ങൾക്കും ബാധയുണ്ടാകും. മാത്രമല്ല ആമേൻ, അടുത്ത ഈ 2013 ഇടിവെട്ടും മിന്നലും അനേക ജീവിതങ്ങളെ അപഹരിക്കുന്നൊരു അനുഭവം ഉണ്ടാകും. പ്രാർത്ഥിച്ചോണം, നീയൊന്നും അതിൽ പെടാതിരിക്കാൻ കേട്ടോ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. മിന്നൽ മൂലം ശക്തമായ ചില ചലനങ്ങൾ പത്രവാർത്തകളിൽ കൂടെ വന്നാൽ മതി, നമുക്കുണ്ടാവരുത്. പ്രൈസ് ഗോഡ്. 50-ാം വാക്യം. അവൻ തൻ്റെ കോപത്തിന് ഒരു പാതയൊരുക്കി അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിക്കാതെ അവരുടെ ജീവനെ മഹാമാരിക്ക് ഏൽപ്പിച്ചു കളഞ്ഞു. പകർച്ചവ്യാധികളും മരണങ്ങളും ഉണ്ടെന്ന് ദൈവാത്മാ വ്യക്തമായി സംസാരിക്കുന്നു. പക്ഷെ നിന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഓർത്തൊരു സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. 54-ാം വാക്യം, അല്ല 53-ാം വാക്യം, അല്ല 52. എന്നാൽ തന്റെ ജനത്തെ 51. അവൻ മിസ്രൈമിലെ എല്ലാ കടിഞ്ഞൂലിനെയും ഹാം കൂടാരങ്ങളിലുള്ളവരുടെ വീര്യത്തിന്റെ പ്രഥമ ഫലത്തെയും സംഹരിച്ചു. എന്നാൽ തന്റെ ജനത്തെ അവൻ ആടുകളെ പോലെ പുറപ്പെടുവിച്ചു. ശത്രുവിന്റെ തലമുറയ്ക്ക് വരെ കേടുവരുത്തിക്കൊണ്ട് യഹോവ ഭക്തന്മാരെ ജയോത്സവമായി നടത്തുന്ന വർഷമാണ് 2013. പ്രൈസ് ഗോഡ്. 53. അവൻ അവരെ നിർഭയമായി നടത്തുകയാൽ അവർക്ക് പേടിയുണ്ടായില്ല. എന്നെ നിർഭയമായി നടത്തുമെന്ന് ഉറപ്പ് എത്ര പേർക്കുണ്ട്? വിശ്വാസം കൊണ്ട് മാത്രമേ ഭയത്തെ പുറത്താക്കാൻ പറ്റൂ. തികഞ്ഞ സ്നേഹം കൊണ്ട് മാത്രമേ ഭയത്തെ പുറത്താക്കാൻ പറ്റൂ. ഇന്ന് രാത്രി വിശ്വാസം കൊണ്ട് നിറയട്ടെ, ദൈവ സ്നേഹം കൊണ്ട് നിറയട്ടെ, നിന്റെ ഉള്ളം ദൈവ സ്നേഹം കൊണ്ട് നിറയട്ടെ, നിന്റെ ഹൃദയം വിശ്വാസം കൊണ്ട് നിറയട്ടെ. ഈ ദൈവസ്നേഹം നിറഞ്ഞാത്ത ഗുണമെന്നറിയാമോ? ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആരോഗ്യമുള്ളപ്പോൾ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറയാൻ പറ്റുകയില്ല. അവൻ ദൈവസ്നേഹം ഉള്ളത്തിലുള്ളവൻ്റെ ഗുണമെന്നറിയാമോ? ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെലവാക്കാൻ അവസരം കിട്ടിയാൽ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ദൈവസ്നേഹത്തിന്റെ ഗുണമെന്നറിയാമോ? രാപ്പകൽ അധ്വാനിക്കേണ്ടി വന്നാലും, ആരെല്ലാം പകച്ചാലും, ആരെല്ലാം ദ്വേഷിച്ചാലും, യോസേഫിനെ പോലെ ദൈവ ദർശനത്തിന് വേണ്ടി നിൽക്കുന്നവനാണ് യഥാർത്ഥ ദൈവസ്നേഹമുള്ളവൻ. ഇന്ന് രാത്രി ദൈവസ്നേഹം നിന്റെ ഉള്ളിൽ വന്നേ പറ്റൂ. ഹല്ലേലൂയ. ചിലരൊക്കെ ആരാണ്ടും എന്താണ്ടും പറഞ്ഞെന്നോ, കണ്ണുരുട്ടി കാണിച്ചെന്നോ, നാക്ക് കടിച്ച് കാണിച്ചെന്നോ പറഞ്ഞ് ഈ ശുശ്രൂഷയിൽ നിന്ന് പോകുക. അങ്ങനെയാണ് ഞാനൊക്കെ പണ്ടേ പോകേണ്ട കാലം കഴിഞ്ഞു. ഞാനും ഗ്രേസി. നാക്ക് കടിച്ചാൽ പോകുന്നതല്ല വിശ്വാസം, കണ്ണുരുട്ടിയാൽ പോകുന്നതല്ല ശുശ്രൂഷ.
നിന്റെ നേരെ ഹല്ലേലൂയ പ്രൈസ് ഗോഡ് എന്തെല്ലാം കൊണ്ടുവന്നാലും, എന്തെല്ലാം ആരോപണങ്ങൾ കൊണ്ടുവന്നാലും, നീ ദൈവകൃപയിലാണോ? നീ ദൈവകൃപയിലാണോ? നിനക്കൊരു ശുശ്രൂഷ ഉണ്ടോ? നിന്നെ ദൈവം വിളിച്ചതാണോ? നിന്നെ ദൈവം കണ്ടതാണോ? ദൈവം നിന്നെ ഉപയോഗിക്കണമെന്ന് താല്പര്യമുണ്ടോ? ദൈവം നിന്നെ ഉപയോഗിച്ചിരിക്കും. കരം അടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുക. ആമേൻ. 54-55. അവൻ അവരെ തന്റെ വിശുദ്ധ ദേശത്തിലേക്കും തന്റെ വലങ്കൈ സമ്പാദിച്ച ഈ പർവ്വതത്തിലേക്കും കൊണ്ടുവന്നു. അവരുടെ മുമ്പിൽ നിന്ന് അവൻ ജാതികളെ നീക്കിക്കളഞ്ഞു. ചരടുകൊണ്ട് അളന്ന് അവർക്ക് അവകാശം പകുത്തുകൊടുത്തു. ഇസ്രായേലിന്റെ ഗോത്രങ്ങളെ അവരവരുടെ കൂടാരങ്ങളിൽ പാർപ്പിച്ചു. എന്നോട് പറഞ്ഞത് 2013 ചിലരെ ദൈവം പറിച്ചു നടും. വാടക വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് നടും. പുതിയ സ്ഥലങ്ങളും പുതിയ വീടുകളും ദൈവം ഒരുക്കിയിട്ടുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുക. 2013 ദൈവം നിന്നെ പറിച്ചു നടട്ടെ. 60-ാം വാക്യം 61-ാം വാക്യം. ആകയാൽ അവൻ ശീലോവിലെ തിരുനിവാസവും താൻ മനുഷ്യരുടെ ഇടയിൽ അടിച്ചിരുന്ന കൂടാരവും ഉപേക്ഷിച്ചു. തന്റെ ബലത്തെ പ്രവാസത്തിലും തന്റെ മഹത്വത്തെ ശത്രുവിന്റെ കയ്യിലും ഏൽപ്പിച്ചു കൊടുത്തു. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഒരൊറ്റ കാര്യം ചെയ്താൽ ശത്രുവിനെ തൊടത്തില്ല. ആലയത്തിന് വേണ്ടിയും ദൈവമക്കൾക്ക് വേണ്ടിയും എന്തെങ്കിലും ചെയ്യാനൊരവസരമുണ്ടെങ്കിൽ ചാടി വീണോണം. നിന്നെ ദൈവം സൂക്ഷിക്കും. കാരണം നിന്നെ കൊണ്ട് ദൈവത്തിന് പ്രയോജനമുണ്ട്. നീ അനുഗ്രഹിക്കപ്പെടേണ്ടത് ദൈവത്തിൻ്റെ ആവശ്യമാണ്. ആലയത്തിനും ദൈവമക്കൾക്കും വേണ്ടി പ്രയോജനപ്പെടുവാൻ അവസരം കിട്ടിയാൽ ചാടി വീഴുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? നിന്നെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്. നിന്റെ തലമുറയെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്. നിന്റെ ആരോഗ്യം കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്. നിന്റെ ജീവിതത്തിലെ സമ്പത്ത് കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട്. ഇന്ന് രാത്രി വ്യക്തമായി പറയട്ടെ, ആമേൻ. നിന്റെ ആരോഗ്യത്തെ ടച്ച് ചെയ്യാതിരിക്കുന്നത് നിന്നെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുള്ളത് കൊണ്ടാണ്. നിന്റെ സമ്പത്തിനെ ടച്ച് ചെയ്യാതിരിക്കുന്നത് നിന്നെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുള്ളത് കൊണ്ടാണ്. നിന്റെ തലമുറയെ ടച്ച് ചെയ്യാതിരിക്കുന്നത് നിന്നെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുള്ളത് കൊണ്ടാണ്. നിന്റെ വാഹനത്തെ ടച്ച് ചെയ്യാതിരിക്കുന്നത്, നിന്റെ കുടുംബത്തെ ടച്ച് ചെയ്യാതിരിക്കുന്നത് നിന്നെ കൊണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട് കേട്ടോ. മനസ്സുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി. ദൈവത്തിന് വേണ്ടി ചെയ്യാനുള്ളത് ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ചെയ്താൽ മതി. ആമേൻ. ഹല്ലേലൂയ. എസ്തറിനോട് കർത്താവിൻ്റെ ദാസനായിരിക്കുന്ന മൊർദെഖായി ഇപ്രകാരം പറഞ്ഞു, ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ യഹൂദ ജാതിക്ക് വല്ലയിടത്തുനിന്ന് രക്ഷയുണ്ടാകും, വേറെ സ്ഥലത്തുനിന്ന് രക്ഷയുണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും മുടിഞ്ഞു പോകും, നശിച്ചു പോകും. ഇന്നും ഞാൻ പറയട്ടെ, ദൈവസഭയ്ക്ക് നാശം വരത്തില്ല, ദൈവമക്കൾക്ക് നാശം വരത്തില്ല, ദൈവസഭയിലെ കാര്യങ്ങൾക്ക് ഒരു മുട്ടും വരത്തില്ല. നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിനക്ക് നന്മ കിട്ടും. ആരും സഭയെ തോൽപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട കേട്ടോ. സഭ തോക്കത്തില്ല. ഇത് ദൈവം തന്റെ രക്തം കൊടുത്ത്, യേശുക്രിസ്തു തന്റെ ചങ്കിലെ ചോര കൊടുത്ത് സമ്മാനിച്ച സഭയാണ്. അതിന് കേട് വരത്തില്ല. ഒരു PRVV പോയാലും കേട് വരത്തില്ല. ഒരു ശൗല് പോയാൽ ദാവീദുണ്ട്, ഒരു മോശമായ ഒരു യോശുവയുണ്ട്. ഇന്ന് രാത്രി അതുകൊണ്ട് കിട്ടിയ അവസരം ഉപയോഗിച്ചോണം. പ്രൈസ് ഗോഡ്. 68-ാം വാക്യം അല്ല 65-ാം വാക്യം. അപ്പോൾ കർത്താവ് ഉറക്കുണർന്ന് വരുന്നവനെ പോലെയും വീഞ്ഞു കുടിച്ച് അട്ടഹസിക്കുന്ന വീരനെ പോലെയും ഉണർന്നു. മതി. എനിക്കും നിനക്കും വേണ്ടി കർത്താവ് എങ്ങനെ ഉണരും? ഉറക്കുണർന്ന് വരുന്നവനെ പോലെയും വീഞ്ഞു കുടിച്ച് അട്ടഹസിക്കുന്ന വീരനെ പോലെയും. വീഞ്ഞു കുടിച്ച് അട്ടഹസിക്കുന്ന വീരനെ പോലെ എന്ത് ചെയ്യും? അവനങ്ങ് എഴുന്നേൽക്കും. ഹല്ലേലൂയ. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇത്രയും വാഗ്ദത്തങ്ങൾ, സന്ദർശനങ്ങൾ, പ്രസ്താവനകൾ, ഒറ്റ വാർത്ത പറയുക. എനിക്കറിയാവുന്ന ഒരു കള്ളുടിയുണ്ടായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ. അവൻ്റെ മകനെ ആരോ ഒരുത്തൻ ഉപദ്രവിച്ചു. ഇവനത് കള്ളുടിൻ്റെത് അറിഞ്ഞു. പുള്ളി എഴുന്നേറ്റ് അവിടെ നിന്ന് ഒരു അട്ടഹാസം നടത്തി. അതെനിക്ക് ഓർമ്മ വരുന്നു ഈ വാക്യം വായിക്കുമ്പോൾ. ആരാടാ എൻ്റെ കൊച്ചിനെ തൊടാൻ? ആരാടാ എൻ്റെ കൊച്ചിനെ തൊടാൻ? നീ ആരുടെ വകയാ? നീ ആരുടെ മകനാ? കർത്താവ് അതുപോലെ എഴുന്നേൽക്കുമെന്ന്. എങ്ങനെ? വീഞ്ഞു കുടിച്ച് അട്ടഹസിക്കുന്നവനെ പോലെ, ഉറക്കമുണർന്നു വരുന്ന സിംഹത്തെ പോലെ നിന്നെ സഹായിക്കാൻ, നിന്റെ തലമുറയെ സഹായിക്കാൻ, നിന്റെ ബിസിനസ്സിനെ സഹായിക്കാൻ, നിന്റെ ആത്മീയത്തെ സഹായിക്കാൻ, നിന്റെ ഭൗതികത്തെ സഹായിക്കാൻ, നീയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സകലത്തെയും സഹായിക്കാൻ എഴുന്നേൽക്കും. വിശ്വസിക്കുന്നതിൽ കരമടിച്ചവനെ സ്തുതിച്ച് ആരാധിക്കാം. അടുത്തതായി പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ, 2012 വിട്ടുപോകുവാൻ 10 മിനിറ്റേ ഉള്ളൂ കേട്ടോ. ഈ 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ഹല്ലേലൂയ ഒരു രക്ഷയുടെ ആ സന്തോഷത്തോടു കൂടി ചില ആർപ്പുകളിട്ട് ആരാധിക്കും. യെരിഹോ മതിൽ വീഴും.
നിന്റെ അവകാശത്തെ തടഞ്ഞു വെച്ചിരിക്കുന്ന യെരിഹോ മതിലുകൾ വീഴും. നിന്റെ അനുഭവങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്ന കസ്തൂര കെട്ടുകൾ വീഴും. ഇന്ന് രാത്രികാലം പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നത് വലിയ ശക്തിയോടെ, ആരാധനയുടെ ശക്തിയോടെ ആയിക്കൊള്ളട്ടെ. പാസ്റ്റർ PAV സാം സഭയ്ക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ദൈവസഭയുടെ ഓവർസിയറായി, കേരളത്തിന്റെ പരമാധ്യക്ഷനായി, ഏഷ്യയുടെ സൂപ്രണ്ടായി, അവൻ വെസ്റ്റ് ഏഷ്യൻ സൂപ്രണ്ടായി ഒക്കെ ഈ പ്രവർത്തിച്ചിരുന്ന സ്ഥാനത്തും നമ്മുടെ മധ്യ എല്ലാ കൊല്ലവും വരുന്ന കർത്താവിന്റെ ദാസൻ ഇന്ന് രാത്രി നമ്മുടെ മധ്യേ ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കാൻ വന്നിരിക്കുന്നത് കൊണ്ട് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. പാസ്റ്റർ PAV സാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയരെ, ഈ 2012 വൈകിയ മിനിറ്റുകളിൽ നിങ്ങളുടെ മധ്യേ നിൽക്കുവാൻ കർത്താവ് സഹായിച്ചാൽ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവദാസൻ ഓർപ്പിച്ച പോലെ എല്ലാ വാച്ച് നൈറ്റ് സർവീസും ന്യൂ ഇയർ മെസ്സേജും കൊടുക്കുവാൻ കഴിഞ്ഞ നാളുകളിൽ ദൈവം സഹായിച്ചുകൊണ്ടിരുന്നു. ഇപ്പോഴും ദൈവം സഹായിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം നാം കേട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 2012 വിട വാങ്ങുവാൻ ഏതാനും മിനിറ്റുകൾ മാത്രമുള്ള